അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ കാണാമല്ലോ, നമ്മൾക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ് അസ്സബുറു നിസ്ഫുൽ ഈമാൻ. ക്ഷമ ഈമാൻ്റെ പകുതിയാണ്. എന്താണ് ഇപ്പോൾ ക്ഷമ ഈമാൻ്റെ പകുതിയാവാൻ കാരണം? ഈമാൻ്റെ വലിയൊരു ഭാഗം തന്നെ ക്ഷമയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണണമെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല, നമുക്കൊക്കെ അറിയാം. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ നമ്മളെ അസ്വബുറു ഇന്ദ സദമത്തിൽ ലൂലാന്ന് കാണാം. ആദ്യത്തെ ഘട്ടത്തിലുള്ള ക്ഷമ അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. അതിന് ഒരുവിധ ആൾക്കാർക്കൊന്നും കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് നമ്മളെ പെരും ചീത്ത പറഞ്ഞു ഒരു കാരണമില്ലാതെ. ഉദാഹരണം പറയാം, ഒരാൾ വന്നിട്ട് പെരും തെറി, പെരും ചീത്ത, ഭയങ്കര ഗൗരവത്തിൽ നമ്മോട് ചീത്ത വിളിച്ചാൽ നമുക്ക് ഫീലിംഗ് ഉണ്ടാകും, ഒരു സങ്കടം ഉണ്ടാകും, വിഷമം ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാട് തന്നെയാണ് കേട്ടോ, അല്ലേ? അസബുർ നിസ്ഫുൽ ഈമാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അസബുർ ഈമാൻ്റെ പകുതിയാണെങ്കിൽ അതിൻ്റെ ഗൗരവം കുറച്ച് കടുപ്പാന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. ഈ പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കാൻ തിന്നാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് ഉണ്ടാക്കാൻ പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി പറയാൻ നല്ല സുഖമാണ്, ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എല്ലാ രംഗത്തും അങ്ങനെ തന്നെ. നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്നാണ്ട് വിട പറയുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവണം, അതൊക്കെ സ്വാഭാവികമാണ്. മനുഷ്യനാവുമ്പോൾ ഫീലിംഗൊക്കെ ഉണ്ടാകും. ആ ഫീലിങ്ങിനെ ഇസ്ലാം എതിർക്കുന്നില്ല. പക്ഷേ ക്ഷമിക്കാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിന് അത്ര ഊർജ്ജം ഉണ്ടാവണം, നല്ല എനർജി പവർ ഉണ്ടാവണം. എന്തു വന്നാലും ഒരു പ്രശ്നമില്ല എന്ന നിലക്ക് ക്ഷമയോടുകൂടെ നേരിടാൻ കഴിയണം. ക്ഷമിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് വളരെ ഗൗരവമാണ് പിന്നീടുണ്ടാവുക എന്നതുകൊണ്ടാണ് ക്ഷമ ഈമാൻ്റെ പകുതിയായിട്ട് വെക്കാൻ കാരണം. അതെല്ലാവർക്കും കഴിയില്ല, വലിയ പാടാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ കഴിയുക, ദേഷ്യം പിടിക്കുന്നത് ഒതുക്കാൻ കഴിയുക, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത്. അത് പറയാൻ നല്ല സുഖം, ഞാൻ പറഞ്ഞില്ല, പറയാൻ സുഖമാണ്, ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മൾക്കടക്കം പ്രശ്നം വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗൗരവം തന്നെയാണ്. അതുകൊണ്ട് അസ്വബുർ നിസ്ഫുൽ ഈമാൻ എന്ന വിഷയം ഈമാൻ്റെ പകുതി തന്നെ പ്രഖ്യാപിച്ച് അതിനെക്കുറിച്ച് നമ്മളൊന്നുകൂടി ചിന്തിക്കേണ്ടതാണ്. ക്ഷമിക്കാനുള്ളൊരു കരുത്ത് നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.